അപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റുമോ? ക്ലിപ്പ് പോയില്ലേ? എൻ്റെ കേക്ക് ടിന്നാണ് പോയത്. കേക്കിന് പോയാൽ എന്താ 4 ഡിസ്ട്രിക്റ്റ് കാണാൻ പറ്റിയില്ലേ കേക്കിന്? ഇതാ ഇതിൻ്റെ ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കേക്ക് ടിന്ന് നമ്മുടെ സുൽത്താനാ ഇതിനെ തള്ളിയിട്ടത്. അപ്പൊ ഇതാണ് നമ്മളുടെ കേക്ക്. ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ല, ഇത് കാണിക്കുന്നത് കണ്ടല്ലോ. അല്ല, ഈ കേക്കിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ കഥയുണ്ട്. 4 ജില്ലകൾ കടന്ന് അവസാനം എറണാകുളം വന്ന് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാണ്. ആ ചെരുപ്പ് ചെയ്ത ട്യൂഷൻ നോക്കണം. എന്നാൽ ചെരുപ്പ് അളവ് കറക്റ്റ് ആവാതിരുന്നാൽ മതിയായിരുന്നു. കണ്ടോ, അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാണ്. ഇതിന്റെ ബാക്കി ഭാഗം ഇതിന്റെ അകത്തായി പോയി കട്ട് ചെയ്തിട്ടുള്ള. ഇത്രയും എന്തായാലും ഇപ്പൊ കഴിച്ച സ്ഥിതിക്ക് അവർ കഴിക്കില്ല. കത്തിങ്ങൊന്ന് ബാക്കി ഇതവിടെ കിട്ടി. എൻ്റെ ബാക്കി ഇവിടെ കിട്ടി. നമ്മളെ എല്ലാം ട്രാജഡിയാണ് അല്ലേ? ഓ, എൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതായിരിക്കുന്നു. അപ്പം ഞാൻ അത് മിക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ പോയിട്ടുണ്ടോയെന്ന്. ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് ഇവർ പറയും. ഉള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ എല്ലാം 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. കിസ്മിസ് 2 കളറിലാണ് എടുത്തിരിക്കുന്നത്. സീഡ്ലെസ് ആണ് കേട്ടോ. യെല്ലോയും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. പിന്നെ ചെറി എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ലെമൺ ഞാനിത് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് സ്വീറ്റ് ലെമൺ ആണ് കേട്ടോ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ പപ്പായ ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 1 ടീസ്പൂൺ സിന്നമൺ പൗഡറും, അതായത് പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചർ മുട്ട വേണം എടുക്കാൻ കേട്ടോ. ഇനി ഇതൊരു ഹാൻഡ് വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കണം. ഈ പാനിലേക്ക് ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന
കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കളറൊന്ന് മാറി വന്നിരിക്കുന്നത്. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മളിത് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് വേണം തണുക്കാനായിട്ട് വെക്കാൻ. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ആണെങ്കിൽ 1/2 കപ്പ് വേണ്ടി വരില്ല, ഒരു 1/4 കപ്പ് ബട്ടർ മതിയാകും. പിന്നെ നമുക്ക് ഈ മുട്ട അടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കുറേശ്ശെ തട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വനില എസൻസിൻ്റെ റോളില്ല, കാരണം നമ്മൾ ഇഞ്ചിപ്പൊടിയും അതുപോലെ തന്നെ പട്ട പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനില എസൻസ് ചേർക്കണം എന്നില്ല കേട്ടോ. ഈ സമയം ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ട് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പലർക്കും തോന്നും ഇതിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴത്തേക്ക് പോകത്തില്ല. ഇത് താഴത്തൊന്നും പോകത്തില്ല. അതേ കണ്ടോ, എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ചെറിയ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് പ്രീ ഹീറ്റായ ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ നമ്മൾ വെക്കുമ്പോൾ ഇത് സെൻറ്ററിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ചൂടിൻ്റെ ക്രമീകരണം. ഇതിവിടെ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഓവൻ ഓപ്പൺ ചെയ്ത് കേക്ക് പുറത്തെടുക്കാം. കേക്ക് റെഡിയായോ എന്നറിയാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ക്യൂവറുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലൊന്ന് താഴ്ത്തി കുത്തി നോക്കണം. ഞാൻ കണ്ടോ, അപ്പോൾ നമ്മളുടെ സ്റ്റിക്ക് ക്ലിയർ ആണെങ്കിൽ കേക്ക് റെഡിയായെന്നാണ് അർത്ഥം. ഈ കേക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്യരുത്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. ഇത് ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. ഇതാണ് കയ്യിൽ അവിടെ നിന്ന് വന്നപ്പോഴേ കണ്ടതാണല്ലോ. ഞാൻ വീട്ടിലുണ്ടാക്കിയ കേക്ക്. ഞാൻ എന്ത് പറഞ്ഞു, പിറ്റേ ദിവസമാണ് ഈ കേക്ക് കഴിക്കാൻ ടേസ്റ്റ് എന്നല്ലേ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം നാളെ ആവുമ്പോഴേക്കേ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലല്ല, ഇത് പുറത്ത് വെക്കുന്ന കേക്കാണ്, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ഇനി കൊണ്ടുവന്നത്. നാളെ കട്ട് ചെയ്യുമ്പോ അടിപൊളി സ്ട്രോബെറി എക്കൻസാറി അല്ല ചെറിയ എക്കൻസാറിക്ക് അത് എടുത്തോണ്ട് പോകുന്നു. അപ്പൊ നാളെ ഞാൻ കട്ട് ചെയ്യുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇത് സൂപ്പർ പെയിന്റിംഗ് പോലെ ഉണ്ട്. കേക്ക് മുറിക്കാറായില്ലേ? ഒരു ദിവസം എന്നല്ലേ പറഞ്ഞത്?
അതിപ്പോ കൊല്ലത്തുനിന്ന് എറണാകുളം എത്തി കേക്ക്. ഞാന് ട്രിവാൻഡ്രത്ത് ചെയ്ത കേക്കാണ്, അതിങ്ങനെ ഓടി നടക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കൊല്ലത്ത് കൊണ്ടുപോയി മുറിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷെ തുറക്കുമ്പോ തന്നെ നല്ല മണമാണ് കേട്ടാ. പാത്രം ഞെളിഞ്ഞു പോയോ? താഴെ പോയത് കാറിന്റെ ഇത് തുറന്നപ്പോ ഈ പാത്രം താഴെ പോയി. ഇങ്ങനെയൊക്കെ ആയി ഗതികേട്. കേക്കല്ല ഗതികേട് വന്നത്, എന്റെ ഈ ബേക്കിംഗ് പാത്രം ഇതായിപ്പോയി. തുറക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ എറണാകുളത്ത് എന്തായാലും നമ്മളിപ്പോ ഇത് കട്ട് ചെയ്യാൻ ഇപ്പൊ 2ാമത്തെ ദിവസമായി ഇതൊക്കെ കൊണ്ടാണ് വന്നത്.